ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇന്നലെ അനുമോള് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. പനീഷ് ഓപ്പോസിറ്റിൽ വന്നിരിക്കുന്നു. അനുമോള് ശരിക്കും പേടിച്ചു. ഇനി പനീഷ് എന്താ പറയുക എന്നുള്ള രീതിക്ക് അനീഷ് നന്നായി ബിഹേവ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അനുമോളെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ മനസ്സിൽ ഭാരമൊന്നുമില്ല, ഞാനെല്ലാം അതോടെ വിട്ടു. അനുമോൾക്ക് താല്പര്യമില്ല പറഞ്ഞപ്പോൾ ഞാൻ വിട്ടു. നീയും മനസ്സിലൊന്നും വെക്കണ്ട, ഇത് അതോടെ വിടൂ കേട്ടോ എന്നുള്ള രീതിക്ക് നന്നായിട്ട് നീറ്റായി ബിഹേവ് ചെയ്തിട്ട് പറഞ്ഞു. അനുമോൾ ഓക്കെ, എനിക്കും അങ്ങനെ തോന്നിയില്ല, നല്ല ഒരു ഫ്രണ്ടായിട്ടോ ചേട്ടൻ്റെ സ്ഥാനം അങ്ങനെയൊക്കെയാണ് എനിക്കും തോന്നിയത് എന്നുള്ള രീതിക്കും അവൾ പറഞ്ഞു. രണ്ടുപേരും ഓക്കെ ആയി വിട്ടു, ആ ടോപ്പിക്ക് വിട്ടു കേട്ടോ. പിന്നെ 7ൻ്റെ പണിയുടെ 7ാമത്തെ സീസണിൽ അവസാനം 7 പേര് മാത്രമാണ് ഇപ്പോൾ അവിടെ ബാലൻസ് ഉള്ളത്. ആണല്ലോ, കഴിയാറായില്ല, ഒറ്റ ആഴ്ചയിലേ ഉള്ളൂ. എല്ലാവരും നോമിനേഷനായി പോയവരൊക്കെ അകത്തേക്ക് വരികയാണല്ലോ. ഫസ്റ്റ് വന്നു, ആദ്യം അപ്പാനി വന്നു. അയ്യോ, കാണണം അവിടെ ഒരു സന്തോഷം അപ്പാനി വന്നിട്ട്. അക്ബർക്കൊക്കെ അയ്യോ അപ്പാനി ഭയങ്കര ഹഗ് ചെയ്ത് അവർക്ക് സന്തോഷമേ നിൽക്കണില്ല. നീ പോയതോടെ എൻ്റെ എല്ലാം കഴിഞ്ഞ മാതിരി എനിക്ക് ഫീലായി എന്നുള്ള രീതിക്കൊക്കെ അക്ബർ അത്ര അപ്പാനിയോട് പറയണു, കരയണു, സംസാരിച്ചിട്ട് മതിയാവണില്ല. ഇങ്ങനെ ആയിടാ അങ്ങനെ ആയിടാ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണണമായിരുന്നു കേട്ടോ. നന്നായിരുന്നു അത് വിട്ട് പിരിഞ്ഞിരിക്കുമ്പോഴാണല്ലോ ഒരുപാട് അത് വിഷമം തോന്നുന്നു. കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് അറിയില്ലല്ലോ. പിന്നെ സ്റ്റോർ റൂമിൽ സരിക വന്നു, ഷാരിക വന്നു, ബിൻസി, രഞ്ജിത്ത്, ശൈത്യ ഇവരൊക്കെ വന്നു കേട്ടോ. ഇന്നലെ വന്ന ആൾക്കാർ. രഞ്ജിത്ത് അനീഷിനോട് പോയിട്ട് ചോദിക്കണു, ഈ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, അതല്ലേ ഇതല്ലേ പറഞ്ഞിട്ട് ഒരു കുത്തിത്തിരിപ്പ് ഭയങ്കരമായിട്ട് ചെയ്യണു രഞ്ജിത്ത്. അയ്യോ, ഇതിൻ്റെ ആവശ്യമേ ഇല്ല, അവർ തമ്മിൽ തീരുമാനിച്ചു, അവർ പറഞ്ഞു, അവർ പോയി. ഇതിപ്പോൾ രഞ്ജിത്ത് വെറുതെ വെളിയിലൊരു ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നതിന് നമുക്ക് അവിടെ ഫീലായത്. അനീഷ് അതിന് നല്ല കണക്കിന് മറുപടിയും കൊടുത്തു. ഞങ്ങൾ സംസാരിച്ചു, എനിക്ക് എങ്ങനെ തോന്നി, ഞാൻ സംസാരിച്ചു, അത് പറഞ്ഞു, ആ കാര്യങ്ങൾ വിട്ടു. ആ കഴിഞ്ഞ കാര്യങ്ങളിൽ ഇനി വീണ്ടും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് നല്ലൊരു മറുപടി അനീഷ് രഞ്ജിത്തിന് കൊടുത്തുട്ടാ. പിന്നെ എല്ലാവരും കൂടി സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ശൈത്യ കിടന്നിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കണു. എന്താ അവിടെ നടക്കണത്, നമ്മൾക്ക് കണ്ട ഷോക്കാവും. അനുമോൾ പോയി മിണ്ടാണ്ട് എല്ലാവരും കൂടെ സംസാരിക്കണം. ശൈത്യയ്ക്ക് അനുമോൾക്കും ഒക്കെ ഇവരെല്ലാവരും പി ആർ വർക്കിന് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. കാശൊക്കെ കൊടുത്ത ആൾക്കാരനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് പി ആർ വർക്ക് അറിയില്ല, പി ആർ വർക്ക് പറഞ്ഞാൽ എന്താ അറിയില്ല, എന്തൊക്കെയാണ് ഉള്ളിൽ അവിടെ സംഭവിച്ചത്. അപ്പം അനുമോൾക്കും ശൈത്യയ്ക്കും ഒരേ പി ആർ ആണത്ര. ശൈത്യ പറയുന്നത്, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശം വാങ്ങിച്ചിട്ട് എന്നെ വേണ്ടാത്തതാണ് ആ പി ആർ ചെയ്തത്, നിൻ്റെ പി ആർ ആണ് എന്നെ അത്രയും അവിടെ വഷളാക്കിയത്, എന്നെ വെളിയിൽ എനിക്ക് നല്ല പേരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അനുമോളോ ശൈത്യം ഉള്ളിൽ പ്രശ്നങ്ങൾ പലതും വരും, സ്നേഹം ഉണ്ടാകും. ഇവർ നല്ല ഫ്രണ്ടായിട്ട് ഇരുന്നതാണല്ലോ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരുന്നിട്ട് ഇവർ തമ്മിൽ വഴക്കായതുമേ ശൈത്യ പോയി അനുമോളുടെ കൂടെ ഇരിക്കാതെ ഗ്രൂപ്പിസമായിട്ട് അവരുടെ കൂടെ ചേരാനും ഒക്കെ ചെയ്തപ്പോൾ അനുമോൾ പറഞ്ഞു, ഇത് കട്ടപ്പയാണ് എന്നുള്ളൊരു വാക്കവിടെ വിട്ടു. അത് പുറത്ത് ഭയങ്കര വൈറലായി ഇത്രേ. ഇവിടെ എല്ലാവരും ചെയ്യുന്നത് കട്ടപ്പ തന്നെയല്ലേ. ആരപ്പോൾ ആത്മാർത്ഥമായി സ്നേഹത്തോടെയും നന്നായിട്ട് ആരും ചതിക്കാണ്ട് അവിടെ നിൽക്കുന്നത് ആരുമില്ല. എല്ലാവരും ഓരോരുത്തർക്ക് പാരയായിട്ടില്ല, അവിടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എല്ലാം പാരയായിട്ടില്ല അവിടെ നിൽക്കുന്നത്. എന്നിട്ട് അനുമോൾ മിണ്ടാട് പോയിട്ട് വിളിച്ചു, എല്ലാവരും കൂടി വിളിച്ചു, അനുമോളെ വാ, അതിനുള്ളൊരു മറുപടി കൊടുക്കും. നമുക്ക് അപ്പം ആ സമയത്ത് തോന്നും മറുപടി അപ്പം കൊടുക്കണമായിരുന്നു എന്നുള്ളതിൽ തോന്നും. അനുമോൾ പോയി മിണ്ടാട് ഊഞ്ഞാലിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പം എന്ത് ചെയ്തറിയോ, ശൈത്യം ബഹളം പറഞ്ഞാലും പോരോ, കടന്നു നില വിളിക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കവിടെ ഫീൽ ആവുന്നത്. ഇതിൽ പോയവർക്ക് നിറയെ പേർക്ക് നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഡിപ്രഷനൊക്കെ ആയി എത്ര. ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ഡിപ്രഷൻ ആവുന്നവർക്കല്ല അതിൻ്റെ വേദന അറിയുള്ളൂ, നമുക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ. എന്ത് തന്നെയാണെങ്കിലും ഡിപ്രഷൻ നെഗറ്റീവായി കൊടുക്കുമ്പോൾ ആർക്കാണെങ്കിലും അവരവർക്ക് തട്ടുമ്പോൾ അത് വേദന തന്നെയാണ്. പറയണവർക്കൊക്കെ എളുപ്പമാണല്ലോ, എല്ലാവരും കുറ്റം പറയാൻ എല്ലാവർക്കും വായി നിറയെ വരും. അതേപോലെ അത് തിരിച്ച് നമുക്ക് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിക്കില്ലല്ലോ ആരും, മനുഷ്യന്മാരങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടിത്തെറി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് പുറത്തുപോയി ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോ ട്രോമ അനുഭവിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് വെളിയിൽ പി ആർ വർക്കിന് പൈസയും കൊടുത്ത് വന്നു, എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ആയിട്ട് പൈസയും കൊടുത്തിട്ട് എനിക്ക് ഡിപ്രഷൻ ആയല്ലോ എന്നുള്ള രീതിക്ക് ശൈത്യം വീണ്ടും പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും അതാണ് ചെയ്തിരിക്കുന്നത്. കാശും പോയി, എനിക്ക് നെഗറ്റീവ് കമൻറ്റും കിട്ടി. താങ്ങാനേ പറ്റില്ല ശൈത്യക്ക്. രഞ്ജിത്ത് എന്ത് ചെയ്യുന്നറിയോ, അവിടെ രഞ്ജിത്ത് വന്നിട്ട് അനുമോളോടും പറയുന്നുണ്ട്, ഈ അനുമോൾ അനീഷും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ അതിന്
എന്താ പറഞ്ഞെന്നുള്ളത് നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നില്ല. ശൈത്യം എന്താ പറയുന്നറിയോ, ഇവള് വേണം വെച്ചിട്ട് ചെയ്യാണ്. ഇവള് എന്തിനാണ് എന്താണ് അനീഷിനെ വന്നിട്ട് ഭയങ്കര സ്നേഹപ്രകടനം നടിച്ചത്, ഇവളാണ് എല്ലാത്തിനും കാരണക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റമായിട്ട് തന്നെ പറയണം. വന്നു ഒരാഴ്ചയേ ഉള്ളൂ, എല്ലാവരും കൂടി സന്തോഷത്തോട് ഇരുന്നിട്ട് പോകണം എന്നുള്ളതേ ഇല്ല. വെളിയിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീർക്കണ്ടേ. ഇവിടെ ക്യാമറയുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ലാസ്റ്റിൽ എല്ലാവരും എന്താ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരും വന്നു, ആ സന്തോഷം, ആ സ്നേഹപ്രകടനവും ഇനി എന്താ ചെയ്യുന്നത് എന്നുള്ളതും അല്ലേ നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ല അവിടെ കഴിഞ്ഞ കാര്യത്തിന് ഊക്ക പ്രശ്നവും അനുമോളിന് എന്തൊക്കെയാ അവിടെ പറയുന്നതും പ്രശ്നവും വഴക്കും ഇതേ ഉള്ളൂ അവിടെ. രഞ്ജിത്ത് വന്നിട്ട് സാരി ഉടുത്തിട്ട് നിൽക്കുന്നു. ഇതാവശ്യമാണ് രഞ്ജിത്ത് ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പം എല്ലാം പുറത്തു പോയി വന്ന ഒരാഴ്ചത്തെ ഇതിന് വന്നിട്ട് സാരി ഉടുത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് സ്റ്റാർട്ടിങ്ങിലേ രഞ്ജിത്ത് പോയി. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ ചെയ്ത് ഈ കോമാളിത്തരൊക്കെ ചെയ്തതറിഞ്ഞ് രഞ്ജിത്ത് ഇനിയും കുറച്ച് നാളും കൂടിയിട്ട് അവിടെ നിന്നിട്ടുണ്ടാവും. അയ്യോ ഒന്നും പറയണ്ട, മണ്ടത്തരായിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ തോന്നിയത്. ഇതൊക്കെയായിരുന്നു നല്ല നടന്ന എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്കും കമൻറ്റൊക്കെ ഇടുക. ഇന്നും ഇനിയിപ്പോൾ കുറേ പേര് വരും. ഇന്ന് എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ബഹളങ്ങളും അവിടെ എന്തൊക്കെയാണ് സ്നേഹപ്രകടനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ പറയാം. വീണ്ടും നാളെ കാണാം കേട്ടോ. ബൈ.